എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ഓരോ ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ പാർട്ട് 1 പറയുന്നത് 4 ആർട്ടിക്കിൾസിനെ കുറിച്ചാണ്. പാർട്ട് 1 ഹെഡിങ് എന്ന് പറയുന്നത് നെയിം ആൻഡ് ഇറ്റ്സ് ടെറിട്ടറീസ് എന്നുള്ളതാണ്, പേരും ഭൂപ്രദേശവും. അപ്പോൾ ഒന്നാമത്തെ ആർട്ടിക്കിൾ പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ്. ഇന്ത്യ അല്ലെങ്കിൽ ഭാരത്, രണ്ട് പേരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. അതാണ് ഇന്ത്യയുടെ പേരിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്താണ് ഇന്ത്യയുടെ നേച്ചർ, സ്വഭാവം എന്ന് പറഞ്ഞാൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഒരു ഫെഡറേഷനാണ് എന്ന് എവിടെയും പറയുന്നില്ല, അതിശക്തമായ ഒരു യൂണിയനാണ്. അപ്പോൾ ഓപ്പണിംഗ് ആർട്ടിക്കിൾ തന്നെ, ഒന്നാമത്തെ ആർട്ടിക്കിൾ തന്നെ ഒരു അതിശക്തമായ രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുകയാണ്. ഇന്ത്യയുടെ ഐക്യത്തെക്കുറിച്ചും അഖണ്ഡതയെക്കുറിച്ചും അതിശക്തമായ ഒരു യൂണിയനായി ഇന്ത്യ തുടരും. ഇനി ഇന്ത്യയിൽ എന്തൊക്കെയാണുള്ളത്, എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാണ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാവിയിൽ ചേർക്കാവുന്നതുമായ സ്ഥലങ്ങളൊക്കെ ചേർന്നതാണ് ഇന്ത്യ എന്ന് പറയുന്നത്. സംസ്ഥാനങ്ങളെക്കുറിച്ച് പറയാൻ നമുക്കറിയാം, ഇന്ന് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഇന്ത്യയിലുള്ളത്. 28 സംസ്ഥാനങ്ങൾ എന്ന് പറയുമ്പോൾ അവസാനമായി രൂപീകരിക്കപ്പെട്ട സംസ്ഥാനമാണ് തെലങ്കാന. 2014 ജൂൺ മാസം 2-ാം തീയതിയാണ് തെലങ്കാന രൂപീകരിച്ചത്. ആന്ധ്രാപ്രദേശ് റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണ് ഇന്ത്യൻ പാർലമെൻറ്റ് തെലങ്കാന രൂപീകരിച്ചത്. ഇന്ത്യയിൽ ആദ്യം രൂപം കണ്ട ലിംഗ്വിസ്റ്റിക് ഭാഷാടിസ്ഥാനത്തിലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് 1953 ഒക്ടോബർ 1-ാം തീയതി രൂപീകരിച്ച ആന്ധ്ര സ്റ്റേറ്റാണ്. പിന്നീടാണ് 1956 നവംബർ 1-ന് നിരവധി സ്റ്റേറ്റുകൾ, 14 സ്റ്റേറ്റും 6 കേന്ദ്രഭരണ പ്രദേശങ്ങൾ നിലവിൽ വരുന്നത്. ഈ സ്റ്റേറ്റുകളൊക്കെ പിന്നീട് വിഭജിച്ചും കൂട്ടിച്ചേർത്തിട്ടുമൊക്കെയാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള 28 സ്റ്റേറ്റ്സ് ഉണ്ടായത്. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന് 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. അവസാനമായി രൂപം കൊണ്ട കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് 2 ലഡാക്കും ജമ്മു കാശ്മീരും. അത് 2019 ഒക്ടോബർ 31-നാണ് ജമ്മു കാശ്മീരിനെ വിഭജിച്ച് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി മാറ്റിയത്. അതുപോലെ ഈ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനമായ നാഷണൽ യൂണിറ്റി ഡേയിൽ, ദേശീയ ഏകതാ ദിനത്തിലാണ് ഈ 2 യൂണിയൻ ടെറിട്ടറീസ് നിലനിന്നത്. ജമ്മു കാശ്മീരിന് ഒരു പ്രത്യേക പദവി ഉണ്ടായിരുന്നു 370 പ്രകാരം ഭരണഘടനയിൽ. അത് നിർത്തലാക്കുകയും ഇന്ത്യൻ പാർലമെൻറ്റ് ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ ആക്ട് പ്രകാരമാണ് ഇത് 2 യൂണിയൻ ടെറിട്ടറീസ് രൂപീകരിച്ചത്. പിന്നെ നമുക്കറിയാം, സിക്കിം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പുറത്തുള്ള രാജ്യമായിരുന്നു. പക്ഷേ 1975-ലാണ് 22ാമത്തെ സംസ്ഥാനമായി 36-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സിക്കിം ഇന്ത്യൻ യൂണിയനിൽ ചേർത്തത്. ഈ ഏതൊക്കെയാണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ, ഏതൊക്കെയാണ് ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്ന് കൃത്യമായി പറയുന്നത് ഷെഡ്യൂൾ 1-ലാണ്. അത് ഷെഡ്യൂൾ 1-ൽ വിശദമായി പറയുന്നു ഏതൊക്കെയാണ് സംസ്ഥാനങ്ങൾ. ഈ സംസ്ഥാനങ്ങൾ മാറുമ്പോൾ, പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുമ്പോൾ, അവയുടെ അതിർത്തികളൊക്കെ മാറുമ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായി രേഖപ്പെടുത്തേണ്ടത് ഷെഡ്യൂൾ 1-ലാണ്. അപ്പോൾ ഒന്നാമത്തെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഇന്ത്യയുടെ ശക്തമായ യൂണിറ്റിയും അതുപോലെ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി കൃത്യമായി വിളിച്ചു പറയുന്ന ഒരു പ്രഖ്യാപനമാണ് ഒന്നാമത്തെ ആർട്ടിക്കിൾ നമ്മൾ കാണുന്നത്.